മക്കളെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്കറിയാം ത്രികോണമിതി അല്ലെങ്കിൽ ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളൂ. കുറച്ച് ഇക്വേഷനുകൾ കാര്യങ്ങൾ അത് വൃത്തിയായിട്ട് പഠിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ നല്ല അടിപൊളി മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റിയൊരു ചാപ്റ്ററാണ്. നിങ്ങൾ ഒന്നും മനസ്സ് വെച്ചാൽ പഠിക്കാവുന്ന ചാപ്റ്ററേ ഉള്ളൂ. നമുക്ക് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രത്തിൽ ടാൻ എക്സ് എത്രയാണ്? ടാൻ എന്താണ്, സൈൻ എന്താണ്, കോസ് എന്താണെന്നൊക്കെ നമുക്കറിയാം അല്ലേ മക്കളെ? എന്താണ് ടാൻ എക്സിന് നമ്മൾ എഴുതും ടാൻ എക്സ് അല്ലെങ്കിൽ ടാൻ നമ്മൾ എഴുതും എന്താ എഴുതല്? എതിർവശം ബൈ സമീപവശം, അല്ലെ എതിർവശം ബൈ സമീപവശം, അല്ലെങ്കിൽ എന്തെഴുതും? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് നമ്മൾ എഴുതും അല്ലേ? അതല്ലേ ചോദിച്ചുള്ളത്. ഇതാണ് ടാൻ എക്സ് കോണ് ടാൻ എക്സ് സമം എതിർവശം എന്ന് പറയുന്നത് 3 ആണ്. 3 ബൈ സമീപവശം. ഒരു കാര്യം, ഇവിടെ ഒരാളും കൂടി ഉണ്ടായിരിക്കും, ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം എന്ന് പറയുന്നത്. ഹൈപ്പോട്ടന്യൂസ് ഇതൊക്കെ സമീപവശം എന്ന് പറയുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും, ഇയാളെയാണോ എഴുതുക അല്ലെങ്കിൽ ഇയാളെയാണോ എഴുതുക എന്നുള്ളൊരു സംശയം ഉണ്ടായിരിക്കും ഈ കോണ് നോക്കുകയാണെങ്കിൽ. ഓക്കെ, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആളാണ് ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ എതിർവശമുള്ള ചങ്ങായിയാണ് ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം എന്നൊരാൾ. അപ്പൊ ഇയാൾ ഒരിക്കലും സമീപവശം ആവില്ലല്ലോ. അപ്പൊ ഇയാളാണ് സമീപവശം എന്ന് പറയുന്നത്. താഴല്ല ബേസ്. സെറ്റാണോ? അപ്പൊ സമീപവശം എന്ന് പറയുന്നത് ആള് 4 സെന്റിമീറ്ററുമാണ്. അങ്ങനെയാണ് ടാൻ എക്സ് എന്ന് പറയുന്നത് 3/4 ആയിരിക്കും. ഇനി സൈൻ എക്സ് പറഞ്ഞുള്ള ഒരു ചങ്ങായിന്ന് ചോദിക്കുകയാണ്. സൈൻ എക്സ് നമുക്കറിയാം എതിർവശം ബൈ കർണം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. എതിർവശം 3, ഓപ്പോസിറ്റ് സൈഡ് ഹൈപ്പോട്ടന്യൂസ് കർണം. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയുള്ള ആളുടെ വശം, അതായത് ഇയാൾ എന്ന് പറയുന്നത് ആണ് ഹൈപ്പോട്ടന്യൂസ്. അയാൾ 5 ആണ്. സൈൻ എക്സ് കിട്ടി. ഒരാളും കൂടി ഇല്ലേ, ആരാ? കോസെക്സ്. കോസെക്സ് എന്ന് പറയുന്ന ആള് ആരാണ്? സമീപവശം ബൈ കർണം. സമീപവശം ആരാ? സമീപവശം ഇയാളാണ്. ഇയാള് ബൈ കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഇയാളാണ്. അയാൾ 5 ആണ്. 4/5. അപ്പൊ സൈൻ എക്സ് എന്താ, കോസെക്സ് എന്താ, ടാൻ എക്സ് എന്താന്ന് വൃത്തിയായിട്ട് പഠിക്കണം. സൈൻ എക്സിലും കോസെക്സിലും മാത്രമേ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം ഉണ്ടായിരിക്കുള്ളൂ. എന്നാൽ ടാൻ എക്സില് എതിർവശവും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. സെറ്റാണോ? അതായത് സൈൻ എക്സ് ഹരിക്കണമാണ് കോസെക്സ്. അങ്ങനെ ആവുമ്പോൾ ടാൻ എക്സ് നമുക്ക് കിട്ടും. സെറ്റാണോ? സൈൻ എക്സ് പറയുന്ന ചങ്ങായി ആരാ? എതിർവശം ബൈ കർണമാണ്. ബൈ കോസെക്സ് പറഞ്ഞ ചങ്ങായി സമീപവശം ബൈ കർണമാണ്. അങ്ങനെ ഈ കർണവും വെട്ടിപ്പോവും. നമുക്ക് അവസാനം എതിർവശം ബൈ സമീപവശം എന്ന് കിട്ടും. അയാളല്ലേ ഈ ടാൻ എക്സ് എന്ന് പറഞ്ഞ ചങ്ങായി. സെറ്റാണോ? സൈൻ എക്സിനെ കോസെക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ടാൻ എക്സ് കിട്ടും. ആ കാര്യം കൂടി ഓർത്ത് വെക്കാം. നമുക്ക് അടുത്തൊരു മട്ടത്രികോണം ABCE. അപ്പൊ ഒരു മട്ടത്രികോണം അവിടെ ഉണ്ട്. മട്ടത്രികോണം നമ്മൾ വരയ്ക്കാൻ പോവാണ്. അയാൾ എന്ന് പറയുന്നത് ഇതാണ് മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അവിടെ ഒരു പേരുണ്ട്, ABC പറഞ്ഞൊരു ചങ്ങായിയാണത്. ABCയിൽ കോൺ A എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്. കോൺ A എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ് അടയാളപ്പെടുത്തി. AC പറഞ്ഞുള്ള ചങ്ങായി 20 സെന്റിമീറ്റർ ആണ്. AC പറഞ്ഞുള്ള ചങ്ങായി എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ്. സംശയങ്ങളൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ BC പറഞ്ഞുള്ള ചങ്ങായി എത്രയാണെന്നാണ്, ഈ ലെങ്ത് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 2 ആൾക്കാരെ തന്നിട്ടുണ്ട്. സൈൻ 40യും കോസ് 40യും നമുക്ക് തന്നിട്ടുണ്ട്. സെറ്റാണോ? ഓക്കെ മക്കളെ, നമുക്ക് വേണ്ടത് ഈ ഒരു സൈഡാണ് നമുക്ക് വേണ്ടത്. അതായത് ഈ ആംഗിളിനെ അപേക്ഷിച്ച് ഈ സൈഡ് എന്ന് പറയുന്നത് അതിന്റെ എതിർവശം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ, ഓപ്പോസിറ്റ് സൈഡ് അല്ലേ, എതിർവശം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡാണ് അല്ലെ? എതിർവശം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡാണ്. സംശയങ്ങളൊന്നുമില്ലല്ലോ. അതാണ് നമുക്ക് കാണേണ്ടത്. അയാളും വേണം. ഇവിടെ തന്നിട്ടുള്ള ആളാരാണ്? തന്നിട്ടുള്ളത് ഈ വശമാണ്. ഈ വശം. ഈ കോണിനെ അപേക്ഷിച്ച് ഇയാൾ എന്ന് പറയുന്നത് ഏത് വശം? ഇയാൾ എന്ന് പറയുന്നത് ഏത് വശം? സമീപവശമാണോ അതോ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണമാണോ? ഒരു സംശയമില്ല, അയാൾ എന്ന് പറയുന്നത് കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് ആണ് അയാൾ എന്ന് പറയുന്നത് അല്ലേ? എതിർവശവും കർണവും തമ്മിലുള്ള ഒരു സംഭവം നമുക്കറിയാം. സൈൻ ആണോ, കോസ് ആണോ, ടാൻ ആണോ? എതിർവശവും കർണവും ഉള്ള ചങ്ങായി എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ് അല്ലെ? സൈൻ എക്സ് ആണ് എതിർവശവും കർണവും ഉള്ള ചങ്ങായി. സംശയങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് കാണേണ്ടത് ആരായിരിക്കും? സൈൻ
40 ആയിരിക്കും നമുക്ക് കാണേണ്ടത്. സൈൻ 40 എന്ന് പറയുന്നത് എതിർവശം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയണം. എതിർവശം എന്ന് പറയുന്നത് എത്രയാണ്? എതിർവശം എന്ന് പറയുന്നത് ഈ ചെങ്ങായിയാണ്. ഈ ചെങ്ങായിനെ നമുക്കറിയൂല, അതുകൊണ്ട് ഇയാളെ ഞാൻ ഒന്നെങ്കിൽ ബി സി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എക്സ് എന്ന് വിളിക്കാം. വേണ്ട, എക്സ് എന്ന് വിളിക്കണില്ല ഞാൻ അയാളെ ഞാൻ ബി സി എന്നാണ് വിളിച്ചത്. ബൈ കർണം എന്ന് പറയുന്നത് ചെങ്ങായി ഇയാണ്, എ സി ആണ്. എ സി എന്ന് പറയുന്നത് 20 ആണെന്നും നമുക്കറിയാം. അപ്പോൾ സൈൻ 40 ഈക്വൽ ടു ബി സി ബൈ 20 എന്ന് കിട്ടി. സൈൻ 40 എന്ന് പറയുന്നത് 0.64 സെന്റിമീറ്റർ 64 ആണ്. ബി സി അതേപോലെ നമ്മൾ എഴുതി ബി സി ബൈ 20 എന്ന് നമ്മൾ എഴുതി. ഇതിൽ നിന്ന് നമുക്ക് കാണേണ്ടത് ബി സി ആണ്. അപ്പൊ ബി സി സമം ഈ 20 നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. 0.64 ഇൻറ്റു 20 എന്ന് എഴുതിക്കൂടെ? ഇത് രണ്ടും ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഉത്തരം കിട്ടും. സമയം പോലെ നിങ്ങൾ ഗുണിച്ചിട്ട് ചെയ്യാം. ഓക്കെ, പ്രശ്നങ്ങളൊന്നുമില്ല. സെറ്റാണോ മക്കളെ? റെഡി അല്ലേ? നമുക്ക് ത്രികോണമിതി പറഞ്ഞ ചാപ്റ്ററിലെ അടുത്ത പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഒക്കെ പറയുന്നത് ഒരേ സാധനം തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ ക്വസ്റ്റ്യനിന്റെ മെത്തേഡ് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും ഒരേപോലെ തന്നെയാണ്. 6 മീറ്റർ നീളമുള്ള ഒരു ഏണി ഭിത്തിയിൽ ചാരി വെച്ചിരിക്കുന്നു. ആയിക്കോട്ടെ, ഏണി തറയുമായി ഉണ്ടാക്കുന്ന കോൺ 60 ഡിഗ്രിയുമാണ്. പറഞ്ഞ കാര്യം നമുക്കൊന്ന് ചെറുതായിട്ട് ചിത്രത്തിൽ ഒന്ന് വരച്ച് നോക്കിയാലോ. 6 മീറ്റർ നീളമുള്ള ഒരു ഏണി ഭിത്തിയിൽ ചാരി വെച്ചിരിക്കുന്നു. അപ്പൊ നമുക്കൊരു ഭിത്തി ഉണ്ടാവും. ആ ഭിത്തി എന്ന് പറയുന്ന ഇതാണ് നമ്മളുടെ ഭിത്തി എന്ന് പറയുന്നത്. ഏണി ചാരി വെച്ചിട്ടുണ്ട്, ഇതാണ് നമ്മളുടെ ഏണി എന്ന് പറയുന്നത്. ഓക്കെ, പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഏണിയുടെ നീളം എന്ന് പറയുന്നത് 6 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. സെന്റിമീറ്റർ അല്ല, മീറ്റർ ആണ് തന്നിട്ടുണ്ട്. വരച്ചിരിക്കുന്നു. ഓക്കെ, വെച്ചിരിക്കുന്നു. ഏണി തറയുമായി ഉണ്ടാക്കുന്ന കോൺ, ഏണി അപ്പൊ താഴെ ഒരു തറ ഉണ്ടായിരിക്കും അല്ലെ? തറ. ഓക്കെ, ഇതാണ് ഏണി. താഴെ തറയുമായിട്ടുണ്ടാക്കുന്ന ഈ കോൺ, ഏണി തറയുമായിട്ടുണ്ടാക്കുന്ന ഈ കോൺ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. ഓക്കെ, സെറ്റാണോ? പറഞ്ഞിരിക്കണതാണ്. വൃത്തിയായിട്ട് നമ്മൾ വരച്ചിരിക്കുന്നു. ഒന്നുമില്ല. ഒരു ഭിത്തി ഉണ്ട്. ആ ഭിത്തി എന്ന് പറയുന്നതാണ്. ആ ഭിത്തിയിൽ ഒരു ഏണി ചാരി വെച്ചിട്ടുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ താഴെ ഒരു എന്താ ഉണ്ടാവുക? താഴെ ഒരു ബേസ് അല്ലെങ്കിൽ തറ ഉണ്ടായിരിക്കും. അതുമായിട്ടുണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത് 60 ഡിഗ്രിയുമാണ്. പ്രശ്നങ്ങളൊന്നുമില്ല. ഏണിയുടെ മുകളറ്റം ഇതാണ് ഏണിയുടെ മുകളറ്റം. തറയിൽ നിന്ന് ഇതാണ് തറ. തറയിൽ നിന്ന് എത്ര ഉയരത്തിലാണ്? അതായത് ഈ ദൂരം എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഞാൻ ഈ പേര് കൊടുക്കണേ. A B C പറഞ്ഞൊരു പേര് കൊടുത്തു. ബി സി പറഞ്ഞ ലെങ്ത് എത്രയാണ്? ഈ ലെങ്ത് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, അതല്ലേ? ഓക്കെ, ഏണിയുടെ ചുവട് ഭിത്തിയിൽ നിന്ന് എത്ര അകലത്തിലാണ്? അതായത് ഈ നീളം എത്രയാണെന്ന് അകലം ചോദിക്കുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടായിരിക്കും. ഏതാണ് ഈ അകലമാണോ എടുക്കുക? ഈ അകലമാണോ, ഇനിയിപ്പോ ഇവിടുത്തെ അകലമാണോ എടുക്കുക എന്നൊരു സംശയമുണ്ട്. ഏറ്റവും ചെറിയ ദൂരമാണ് നമ്മൾ അകലം ചോദിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ടത്. മക്കളെ, ഇവിടെ ഈ ദൂരമാണോ ചെറുത്? ഇതല്ലേ ദൂരം. അപ്പൊ ഭിത്തിയുടെ മുകളിൽ നിന്നും താഴെ തറയിലുള്ളിലേക്കുള്ള ദൂരം എന്ന് പറയുമ്പോൾ ഈ ദൂരമാണ് നമ്മൾ എടുക്കേണ്ടത്. സെറ്റാണോ? റെഡി അല്ലേ? അപ്പോൾ ഇതും ഈ രണ്ട് ലെങ്ത്തുകളും കണ്ടാൽ എന്ത് കിട്ടും? ഉയരം കിട്ടും. നമ്മൾ ആദ്യം ഈ ഒരു ലെങ്ത് നമ്മൾ കാണാൻ പോവാണ്. ഓക്കെ, സെറ്റാണ്. ഒരു ട്രയാങ്കിളിന്റെ കോണുകൾ 60 ഡിഗ്രി, ഇയാള് 90 ഡിഗ്രി ആണ്. അപ്പൊ ഇയാൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആണെങ്കിൽ അവയ്ക്ക് ഓപ്പോസിറ്റുള്ള വശങ്ങളുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2 ആയിരിക്കും അല്ലെ? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള വശം അല്ലെങ്കിൽ ആള് എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്. 92 എന്നുള്ളത് 6 ആണെങ്കിൽ 1 എന്നുള്ളത് അതിന്റെ പകുതി ആയിട്ടുള്ള 3 ആയിരിക്കും അല്ലെ? അപ്പൊ 60 എത്രയായിരിക്കും? 3√3 ആയിരിക്കും. അപ്പോൾ 30 ഡിഗ്രിക്ക് എതിരെയുള്ള വശം എന്ന് പറയുന്നത് 3 ആണ്. അപ്പോ 60 ഡിഗ്രിക്ക് എതിരെയുള്ള വശം എന്ന് പറയുന്നത് 3√3 ആണെന്നും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഉത്തരം കിട്ടിക്കഴിഞ്ഞോ? എത്രയ്ക്ക്? ആദ്യത്തെ ഉത്തരം എന്ന് പറയുന്നത് 3√3 മീറ്ററും അടുത്ത ഉത്തരം ബി എന്ന് പറയുന്നത് 3 മീറ്ററും ആണ്. സെറ്റാണോ? ഇപ്പോ ഈ ഒരു മെത്തേഡും നമുക്കറിയില്ല, സൈനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം എന്ന് തോന്നുകയാണെങ്കിൽ, ഓക്കെ, സൈനും വെച്ചിട്ട് നമുക്ക് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. എങ്ങനെയാണ് അത് ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ നമുക്ക് ഈ ഒരു കോണ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഈ ഒരു വശവും കാണണം, അതേപോലെ ഈ ഒരു വശവും കാണണം. ആദ്യം നമ്മൾ ഈ വശം കാണാൻ. ഈ ആംഗിളിനെ അപേക്ഷിച്ച് ഈ വശം എന്ന് പറയുന്നത് എതിർവശം അല്ലേ?
എതിർവശം അല്ലേ? അല്ലേ? ഈ വശമാണ് തന്നിട്ടുള്ള വശം. അതേതാ? ഹൈപ്പോണ്ടന്യൂസ് അല്ലെങ്കിൽ കർണമാണ് അല്ലേ? കർണവും അതേപോലെ എതിർവശവും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡും അല്ലെങ്കിൽ ഹൈപ്പോണ്ടന്യൂസും ഉള്ള ഒരാള് എന്ന് പറയുന്നത് സൈൻ ആണോ കോസ് ആണോ ടാൻ ആണോ? ഒരു സംശയവുമില്ല, സൈൻ ആയിരിക്കും. അപ്പൊ സൈൻ 60 കണ്ടാലും നമുക്ക് എന്താ ആൻസർ കിട്ടും. സൈൻ 60ന്റെ വാല്യൂ നമുക്ക് അറിയുമെങ്കിൽ നമ്മൾ അത് എഴുതി വെക്കാം. എങ്ങനെയാണ് സൈനിന്റെ വാല്യൂ കോസിന്റെ വാല്യൂ ഒക്കെ വരുന്നത്? സൈൻ കോസ് ടാൻ 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, അതേപോലെ 60 ഡിഗ്രി, 90 ഡിഗ്രീന്റെ ഒക്കെ അളവ് നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം. സെറ്റാണോ? കാണാതെ പഠിച്ചു വെക്കണം. സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്. സൈൻ 30 എന്ന് പറയുന്നത് 1/2 ആണ്. സൈൻ 45 എന്ന് പറയുന്നത് 1/√2 ആണ്. സൈൻ 60 എന്ന് പറയുന്നത് √3/2 ആണ്. സൈൻ 90 എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? ആണ്. ഈ കാര്യങ്ങൾ നമ്മൾ കാണാതെ പഠിച്ചു. ഇനി കോസിന്റെ വാല്യൂ നമ്മൾ കാണണം. കോസ് 0 എന്ന് പറയുന്നത് ഈ എഴുതിയിട്ടുള്ള ഈ ആളുണ്ടല്ലോ, ഇതിനെ നമ്മൾ തിരിച്ചെഴുതാം. അതായത് അവിടുന്ന് ഇങ്ങോട്ട് എഴുതാം. 1√3/2, ഈ 1/√2, 1/2, 0. ഈ പറഞ്ഞിട്ടുള്ള കാര്യം ഒന്ന് തിരിച്ചെഴുതി. സെറ്റാണോ? സെറ്റല്ലേ മക്കളെ? ടാന് എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ് ആണെന്ന് നമുക്കറിയാം. അതായത് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ടാന് കിട്ടും. 0/1 എന്ന് പറയുന്നത് 0 ആണ്. 1/2/1/2 √3/2 എന്ന് പറയുന്നത് 1/√3 ആണ്. അതായത് ഈ ആളെയും മാത്രം, മുകളിലുള്ള അംശങ്ങൾ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, 1/√3. ഇയാളുടെ അംശം 1, ഇയാളുടെ അംശം √3. സെറ്റാണോ? മുകളിലത്തെ ആൾക്കാരെ മാത്രം എഴുതിയാൽ മതി. അംശങ്ങളെ മാത്രം എഴുതിയാൽ 1/1 ആയിരിക്കും. 1/1 എന്ന് പറയുന്നത് 1 ആണ്. √3/1 എന്ന് പറയുന്നത് √3 ആണ്. 1/0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയും ആണ്. സെറ്റാണോ? നമുക്കിവിടെ വേണ്ടത് സൈൻ 60 ആണ്. സൈൻ 60 എന്ന് പറയുന്നത് √3/2 ആണ്. √3/2 ആണ്. എതിർവശം എന്ന് പറയുന്നത് BC ആണ്. കർണം എന്ന് പറയുന്നത് 6 ആണ്. ഇതിൽ നിന്ന് നമുക്ക് BC അല്ലേ കാണേണ്ടത്? BCനെ അവിടെ നിൽക്കുക. ഈ 6നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ ഇൻറ്റു 6 വരും. ഈ 6ഉം ഈ 2ഉം നമ്മൾ കട്ട് ചെയ്യും. 3√3 എന്ന് കിട്ടും ഈ ആൻസർ എന്ന് പറയുന്നത്. ഇത് തന്നെയല്ലേ നമുക്ക് നേരത്തെയും കിട്ടിയിട്ടുള്ളത്? അതെ. ഇനി സൈന് വെച്ചിട്ട് നമ്മൾ ചെയ്തു. അടുത്തത് നമ്മൾ ഈ ഒരു ലെങ്ത് ആണ് നമുക്ക് കണ്ടത് അല്ലേ? ഈ ലെങ്തിനെ നമ്മൾ ഈ ആംഗിളിനെ അപേക്ഷിച്ച് ഈ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? സമീപവശമല്ലേ? സമീപവശമാണ് അല്ലേ? സമീപവശമാണ്. ഈ ലെങ്ത് എന്ന് പറയുന്നത് ആരാ? ഈ ആംഗിളിനെ അപേക്ഷിച്ച് കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് ആണ്, കർണമാണ്. സമീപവശവും കർണവും ഉള്ള ചങ്ങായി ആരാ? കോസ് ആണ്. സമീപവശം കർണം, സമീപവശവും അതേപോലെ കർണവും ഉള്ളതാണ് കോസ് എന്ന് പറയുന്നത്. അപ്പൊ കോസ് 16 എന്ന് പറയുന്നത് സമീപവശം ബൈ കർണമാണ്. സെറ്റ് അല്ലേ? കോസ് 60 എന്ന് പറയുന്നത് 1/√2 ആണ്. 1/√2. സമീപവശം എന്ന് പറയുന്നതാണ് നമുക്ക് കാണേണ്ടത്. അയാൾ എന്ന് പറയുന്നത് AB ആണ്. കർണം എന്ന് പറയുന്നത് 6 ആണ്. ഈ 6നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകും. 6 ആയിരിക്കും. ഓക്കെ, ഈ 6നെയും ഈ 2നെയും നമ്മൾ കട്ട് ചെയ്യും. 3 എന്ന് കിട്ടും. AB എന്ന് പറയുന്നത് 3 എന്ന് കിട്ടും. AB എന്നുള്ളത് 3 കിട്ടി. സെറ്റാണോ? ഇനി ഇവിടുത്തെ ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? ഇനി ഇതും എതിർവശവും സമീപവശവും ടാൻ വെച്ചിട്ടും നമുക്ക് കാണാം. സെറ്റാണോ? അങ്ങനെയും നമുക്ക് കാണാം. ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യേണ്ടത് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആണെങ്കിൽ എന്താ 1:√3:2 എന്നുള്ള ആ ഒരു റേഷ്യോ നമുക്ക് ഉപയോഗിക്കാം. ഇനിയിപ്പോ സൈനും കോസൊക്കെ വെച്ചിട്ട് അങ്ങനെയും കാണാം. ഇനിയിപ്പോ അതുമല്ല, ഇത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. 2 വശം കിട്ടിയാൽ മൂന്നാമത്തെ വശം നമുക്ക് കണ്ടൂടെ? പൈതഗോറസിനെ നമ്മൾ കൊണ്ടുവരും. അങ്ങനെ നമുക്ക് ഒരുപാട് മെത്തേഡുകൾ നമുക്കുണ്ട് നമുക്ക് ചെയ്യാൻ. അപ്പൊ ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഈ ഒരു കാര്യങ്ങൾ പഠിച്ചു വെക്കണം. സൈനിന്റെ വാല്യൂ എന്താണ്, കോസിന്റെ വാല്യൂ എന്താണ്, അതേപോലെ ടാനിന്റെ വാല്യൂ എന്താണ്. ഭയങ്കര സിമ്പിൾ ആണ്. ഈ ഒരു ഒറ്റ ലൈന് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. രണ്ടാമത്തെ ലൈനും മൂന്നാമത്തെ ലൈനും ഒക്കെ അങ്ങോട്ട് വന്നോളും. ഓക്കെ, ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് കിട്ടും. സെറ്റാണോ? റെഡിയാണോ? ഇത് ഞാനൊന്ന് മായ്ക്കുന്നുണ്ട് കേട്ടോ മക്കളെ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ചിത്രത്തിൽ AC എന്ന് പറയുന്നത് വൃത്തത്തിന്റെ വ്യാസമാണ്. AC എന്ന് പറയുന്നത് വൃത്തത്തിന്റെ വ്യാസമാണ്.
AC സമം 20 സെന്റിമീറ്റർ ആണ്. AC എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. കോൺ BAC എന്ന് പറയുന്നത് 60 സെന്റിമീറ്റർ ആണ്. കോൺ BAC എന്ന് പറയുന്നത് 60 സെന്റിമീറ്റർ ആണ്. കോൺ ACD എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. ACD എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ കോൺ ADC എത്രയാണ്? കോൺ ADC എത്രയാണ്? ഓക്കെ, ADC എത്രയാണ്? അതേപോലെ ചതുർഭുജം ABCDയുടെ ചുറ്റളവ് എത്ര? അവിടെ നമുക്കൊരു ചതുർഭുജം ഉണ്ട്. ആ ചതുർഭുജത്തിന്റെ ചുറ്റളവും കാണണം. ചതുർഭുജത്തിന്റെ ചുറ്റളവ് കാണണമെങ്കിൽ 4 വശങ്ങളും നമ്മൾ കാണണം. ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ, കോൺ ACD എത്രയാണെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. കോൺ ACD ആയ ഈ ചെങ്ങായി എത്രയാണ്? ഓക്കെ പറഞ്ഞു മക്കളെ. ഒരു ട്രയാങ്കിൾ ഉണ്ട് ഇവിടെ. എന്താ ACD സിമ്പിളായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യം. ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിന്റെ ഒരു വശം, അതായത് ഈ ട്രയാങ്കിളിന്റെ 3 മൂലകളിലൂടെ ഒരു സർക്കിൾ പോയിട്ടുണ്ടെങ്കിൽ ആ സർക്കിളിനെ നമ്മൾ പരിവൃത്തം എന്ന് പറയാറുണ്ട്. സർക്കിൾ എന്ന് പറയാറുണ്ട്. ഈ സർക്കിളിന്റെ അല്ലെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഒരു വശം സർക്കിളിന്റെ സെന്ററിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ആ ട്രയാങ്കിൾ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. അതായത് ഒരു കോൺ 90 ഡിഗ്രി ആയിരിക്കും. സെറ്റ് അല്ലേ? അപ്പൊ ഈ പോയിട്ടുള്ള വൃത്തത്തിന്റെ സെന്ററിലൂടെ പോയിട്ടുള്ള ആ ചെങ്ങായി ആയിരിക്കും ആ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം എന്ന് പറഞ്ഞ്. കർണത്തിന്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ആയിരിക്കും 90 ഡിഗ്രി. അപ്പോൾ ഇയാളായിരിക്കും മട്ടകോൺ 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയും ആലോചിക്കാം. സിമ്പിളായിട്ട് നമ്മൾ ആലോചിക്കണം. ഇയാള് എന്ന് പറയുന്നത് ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസമാണ്. അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോൺ ആയിരിക്കും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അർദ്ധവൃത്തം, ഇതൊരു അർദ്ധവൃത്തമാണ്. അർദ്ധത്തിൽ ഏതൊരു കോണ് വന്നാലും അയാൾ 90 ഡിഗ്രി ആയിരിക്കും, ഇയാൾ 90 ഡിഗ്രി ആയിരിക്കും. സംശയങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ താഴെയുള്ള ഈ ചെങ്ങായും 90 ഡിഗ്രി ആയിരിക്കും, അതിലും സംശയങ്ങളൊന്നുമില്ലല്ലോ. അയാളും 90 ഡിഗ്രി ആയിരിക്കും. ഇയാൾ 45ഉം ഇയാൾ 90 ഡിഗ്രി ആണെങ്കിൽ ഇയാൾ 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സെറ്റാണോ? ഇയാൾ 60 ഡിഗ്രിയും ഇയാൾ 90 ഡിഗ്രി ആണെങ്കിൽ ഇയാൾ 30 ഡിഗ്രി ആയിരിക്കും. അതും സെറ്റ് അല്ലേ? അപ്പൊ കോൺ ADC എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോൺ ആയിരിക്കും. സെറ്റാണോ? നമുക്ക് ആലോചിക്കുന്ന ഒരു ട്രയാങ്കിളിന്റെ 3 മൂലകളിലൂടെയും ഒരു സർക്കിൾ പോയിട്ടില്ല. ആ സർക്കിളിനെ നമ്മൾ സർക്കിൾ എന്ന് പറയാറുണ്ട്. ഈ ട്രയാങ്കിളിന്റെ ഒരു വശം സർക്കിളിന്റെ സെന്ററിലൂടെ പോയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ആ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം എന്ന് പറയുന്നത്. കർണത്തിന് ഓപ്പോസിറ്റ് ആൾ എന്ന് പറയുന്നത് എപ്പോഴും 90 ഡിഗ്രിയും ആയിരിക്കും. എവിടെ കൂടെ പോകണം? സർക്കിളിന്റെ സെന്ററിലൂടെ പോകണം ആ ട്രയാങ്കിളിന്റെ ഒരു വശം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾ മട്ടക്കോണും ആയിരിക്കും. സെറ്റാണ്. ചതുർഭുജത്തിന്റെ ABCയുടെ ചുറ്റളവും കാണാൻ പറഞ്ഞിട്ടുണ്ട്. പെരിമീറ്ററും നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ വശങ്ങളും നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുണ്ട്. എടാ, ഈ ഒരു ട്രയാങ്കിൾ ഞാൻ പുറത്തോട്ട് കൊണ്ടുവരികയാണ്. ഇയാളൊരു മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇയാൾ 90 ആണ്, ഇയാൾ 45 ആണ്. അതേപോലെ ഇയാളും 45 ആണ്. സെറ്റ് അല്ലേ? 45 ആണ്. ഇയാൾ എന്ന് പറയുന്നത് 20 ആണ്. ഒരു ട്രയാങ്കിളിന്റെ കോണുകൾ 45, 90 ഡിഗ്രി ആണെങ്കിൽ അവയ്ക്ക് ഓപ്പോസിറ്റുള്ള ആംഗിളുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:1/√2 ആയിരിക്കും. ഓക്കെ, സെറ്റാണോ? ഇവിടെ 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശം എന്ന് പറയുന്നത് 20 ഡിഗ്രിയാണ്. അതിൽ സംശയങ്ങളൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ 45 എങ്ങനെയായിരിക്കും? ഈ 20നെ നമ്മൾ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 20/√2 ചെയ്യുമ്പോൾ ആ 45 2 ഡിഗ്രികളും കിട്ടും. ഇനി ഇയാളെയാണ് തന്നിട്ടുള്ളതെങ്കിൽ ഇയാളെ കാണാൻ ഇയാളെ കൊണ്ട് ഇൻറ്റു ചെയ്യുക. രണ്ടും ഇൻറ്റു ചെയ്താൽ മതി. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ ഹരിക്കുക. സെറ്റാണ്. 20നെ √2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഇത് കിട്ടും. സെറ്റാണോ? അപ്പൊ ഇയാൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 45-നെതിരെയുള്ള വശം എന്ന് പറയുന്നത് 20/√2 ആയിരിക്കും. അപ്പൊ ഇയാൾ എന്ന് പറയുന്നത് 20/√2 ആയിരിക്കും. 45 ഡിഗ്രി എതിരെയുള്ള വശം 45-നെതിരെയുള്ള വശം 90 ഡിഗ്രി ആയിരിക്കും. സെറ്റാണോ? നമുക്ക് ഇവിടെ താഴെ ഒരു ട്രയാങ്കിളും കൂടി ഉണ്ട് അല്ലേ? ഈ ട്രയാങ്കിളിന്റെ വശങ്ങൾ എന്ന് പറയുന്നത്, കോണുകൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആണെങ്കിൽ അവയുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2 ആയിരിക്കും. 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശം 20 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ടെങ്കിൽ 20 എന്നുള്ളത് 2 ആണെങ്കിൽ 1 എന്നുള്ളത് 10 ആണ്. അപ്പൊ ഇയാൾ എന്ന് പറയുന്നത് 10√3 ആയിരിക്കും. അതായത് 60 ഡിഗ്രിക്ക് എതിരെയുള്ള വശം എന്ന് പറയുന്നത് 10√3 ആയിരിക്കും. അതേപോലെ 30 ഡിഗ്രിക്ക് എതിരെയുള്ള ഈ വശം എന്ന് പറയുന്നത് 10 സെന്റിമീറ്ററും ആയിരിക്കും.
നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ചതുർഭുജത്തിന്റെ അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററലിന്റെ പെരിമീറ്റർ ആണ്, അല്ലെങ്കിൽ ചുറ്റളവാണ്. പെരിമീറ്റർ കാണാൻ 4 വശങ്ങളും നമുക്ക് കൂട്ടിയാൽ മതി. ഈ വശം നമ്മൾ കണ്ടുപിടിച്ചു, ഈ വശവും നമ്മൾ കണ്ടുപിടിച്ചു, ഈ വശവും നമ്മൾ കണ്ടുപിടിച്ചു, ഈ വശവും നമ്മൾ കണ്ടുപിടിച്ചു ഇല്ലേ? എല്ലാ വശങ്ങളും നമ്മൾ കണ്ടുപിടിച്ചല്ലേ? ആ വശങ്ങളൊക്കെ കൂട്ടിയാൽ എന്ത് കിട്ടും? കൂട്ടാൻ നമുക്കറിയോ? കൂട്ടിക്കൂടെ? എന്നാ കൂട്ടിക്കോളി അങ്ങോട്ട് ട്ടാ. കൂട്ടുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. എന്ത് കിട്ടും? ഉത്തരം കിട്ടും. അപ്പോൾ ആൻസർ നമ്മൾ ഇത് വളരെ വൃത്തിയായിട്ട് ഇങ്ങനെ ഒന്ന് എഴുതിയിട്ട് വളരെ വൃത്തിയായിട്ട് നമ്മൾ എഴുതാൻ ശ്രമിക്കണം. വഴിക്ക് എഴുതിയിട്ട് ട്ടോ. സെറ്റല്ലേ? സംഭവം മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സെറ്റാണ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ നോക്കാം.